ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോയുമായിട്ടല്ല വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സൺഡേ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, മമ്മി റെഡിയാകും, നമുക്ക് ഒരിടം വരെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എവിടെയാ മോനെ എന്ന് ചോദിച്ചു. അതൊക്കെ സസ്പെൻസാണ്, ഞാൻ പിന്നെ പറയാം, മമ്മി റെഡിയാകാൻ പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് കുഷാലും വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഓക്കെ നമുക്ക് പോകാം മോനെ എന്ന് പറഞ്ഞു. എവിടെയാടാ, ദൂരമാണോ അടുത്താണോ എന്ന് ചോദിച്ചു. അതവൻ എന്നോട് പറഞ്ഞില്ല. മമ്മി റെഡിയാകുമെന്ന് പറഞ്ഞു. ഞാൻ റെഡിയാകുമ്പോഴത്തേക്ക് കുഷാലും വന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോയി. പോകുന്ന വഴിക്കെല്ലാം ഞാൻ ചോദിച്ചു, മോനെ എവിടെയാടാ പോകുന്നത് ഒന്ന് പറയടാന്ന് അവൻ എന്നോട് പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ വീടും എല്ലാം പൂട്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. കാറ് ഇവിടുന്ന് ഒരു 2:30 ആയപ്പോൾ പോയി. ഇടയ്ക്ക് നിർത്തി വെബ് സൈഡ്സിൽ നിന്ന് എനിക്ക് ഇച്ചിരി ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാതെ അവനോട് പറഞ്ഞ് കഴിക്കണ്ട, നമുക്ക് അങ്ങ് എന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. എനിക്ക് അവൻ സസ്പെൻസാണ് തന്നത് മൊത്തമേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പോയി 6 മണിയായിട്ടും പോക്ക് തീരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, മോനെ എവിടെ പോകുന്നത്, നീ ഒന്ന് പറ, എന്നോട് ഒരു ക്ലൂ എങ്കിലും താടാന്ന് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞില്ല. മമ്മി എവിടെ ഇരിക്കും, ഞാൻ കൊണ്ടുപോകല്ലേ, പിന്നെന്താന്ന് ചോദിച്ചുകൊണ്ട്. എനിക്ക് ഒരു ഐഡിയയും ഇല്ല എങ്ങോട്ടാണ് പോകണം എന്നുള്ളത്. അപ്പം എന്നെ ലാസ്റ്റ് കൊണ്ട് നിർത്തിയത് എവിടാന്ന് ചോദിച്ചാൽ, ഇഷ ആദിയോഗി ട്രസ്റ്റിൻ്റെ ആദിയോഗിയുടെ ഫേസുള്ള ഒരു സ്റ്റാച്ചു. ഫേസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ആ ഫേസ് മാത്രമേ ഉള്ളൂ അവിടെ. ഇത് സ്ഥലം എവിടെയാന്ന് പറഞ്ഞാൽ ബംഗളൂരിൽ നിന്നും 60 കിലോമീറ്റർ ദൂരെയാണ്. ചിക്കബല്ലാപുര എന്ന് പറയും അവിടെ. അപ്പോൾ അവിടെ ഇത് വന്നിട്ട് ഇപ്പം ഓപ്പൺ ആയിട്ട് 1 വർഷം എങ്ങാണ്ടേ ആയുള്ളൂ. പക്ഷെ അത്ര ഡെവലപ്പ് ഇല്ലായിരുന്നു, എല്ലാം മൺ റോഡും ഒക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ 3-4 പേര് പോയായിരുന്നു. അവരൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു, ചേച്ചി ഇതുപോലെ നല്ല രസമുണ്ട് അവിടെ പോയ കാണാനെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി പോകാമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ നമുക്ക് ബസ് ഫെസിലിറ്റി കുറവാണ് അവിടെ. ഓൺ വെഹിക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ അവിടെയാണെങ്കിൽ ലൈറ്റിങ്സ് ഒക്കെ ഉണ്ട്, കാണാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. ഈ ആദിയോഗി സദ്ഗുരു എന്ന് പറയുന്നത് നമുക്ക് കോയമ്പത്തൂരിലുണ്ട്. അതും വലിയൊരു സ്റ്റാച്ചു ആണ്. പക്ഷേ ഇവിടെ ഉള്ളതും അത് സെയിം ആണെന്നാ പറയുന്നത്. 112 അടി ഉയരത്തിലാണിത്. ചിക്കബല്ലാപുര എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു മൈതാനം പോലെയാണ് അവിടെ. എന്ന് പറഞ്ഞാൽ ആൾതാമസമൊന്നും അടുത്തെങ്ങും ഇല്ല. ഒരു നമ്മുടെ പിന്നെ നാട്ടിലൊക്കെ പറയില്ലേ വെളിമ്പ്രദേശം എന്ന് പറയുന്ന പോലെ, അതിൻ്റെ ഒരു 10-300 ഏക്കർ കാണുമായിരിക്കും. അതിൻ്റെ നടുക്ക് ഒരു സ്റ്റാച്ചു മാത്രം. ഇത്രയേ ഉള്ളൂ. ഒരു നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ അത് ശിവലിംഗം ആണോ എന്ന് ഓർക്കും, പക്ഷേ ശിവനാണോ എന്ന് ഓർക്കും. പക്ഷെ അത് ശിവനല്ല. നമുക്ക് പിന്നെ സൈഡിലായിട്ടൊരു നാഗം ഇങ്ങനെ ഇരിക്കുന്ന പോലുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ ഒരു നന്ദിയും ഉണ്ട്. നമുക്ക് സഡനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓർക്കും നമുക്ക് ഇതായിരിക്കുമെന്ന്, ശിവനായിരിക്കുമെന്ന് ഓർക്കും. പക്ഷെ ശിവനല്ല. എന്നിട്ട് 7 മണിയാകുമ്പോഴത്തേക്ക് അവിടെ പ്രെയറൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് 7:20 ആകുമ്പോഴത്തേക്ക് ലൈറ്റിംഗ് സ്റ്റാർട്ടാകും. അതൊരു 1.5 കാഴ്ചയാണ്, അതൊന്ന് കാണണം. അപ്പോൾ അതെല്ലാവരും ഒന്ന് പിന്നെ പോകാൻ പറ്റുന്നവരെല്ലാവരും ഒന്ന് പോയി കാണുക. നാട്ടിൽ നിൽക്കാൻ നമ്മുടെ റിലേഷൻസ് എല്ലാം വരുമ്പോൾ നമുക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോകാനും ഒക്കെ നല്ലതാണ്. അതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ എടുത്തായിരുന്നു. അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർ അവിടെ പോയി കാണുക, എല്ലാം ഒന്ന് കണ്ട് ആസ്വദിക്കുക. നമുക്ക് നല്ലൊരു മെഡിറ്റേഷൻ സെൻറ്റർ മാതിരിയാണ്. പക്ഷേ അവിടെ മെഡിറ്റേഷനൊന്നും ഇപ്പോൾ ഇല്ല. നമ്മൾ പോകുന്നു, പകൽ സമയത്തൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര വെയിൽ. നമുക്കൊന്നും ഒരു മഴ വന്നാലോ ഒരു വെയിൽ വന്നാലോ കയറി നിൽക്കാനൊന്നും ഒരു ഇതും ഇല്ല അവിടെ. ഒരു സജ്ജീകരണങ്ങളും ഇല്ല. പിന്നെ ഫുഡിനൊക്കെ എല്ലാം അവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങളത് പോയി വന്നിട്ടുണ്ട്. അതൊന്ന് കാണുക. അമ്പലമെന്നൊന്നും പറയാനില്ല, ടെമ്പിളെന്ന് പറയാനേ ഇല്ല. ആ സ്റ്റാച്ചു മാത്രമുണ്ട്. കാണേണ്ട ഒരു കാഴ്ചയാണ്. ഞാൻ അതിൻ്റെ ലൊക്കേഷന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാമേ. ഇഷ്ടമുള്ളവരെല്ലാം അത് കാണുക, അവിടെ പോയി ഒന്ന് കാണുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിനോടും കൂടി ഇതിനെക്കുറിച്ചൊന്ന് വിവരിക്കുക, ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന്. നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവരെയും കൂടെ ഒക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുക. നമുക്കിപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ಆಫ್ ಮಾಡ್ಬಿಡು.
ഞങ്ങൾ ഇന്ന് സൺഡേ എവിടെയോ പോവുകയാണ്. എവിടാണെന്ന് എനിക്ക് തീർച്ചയില്ല. എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, മമ്മി ഒരുങ്ങിയിരിക്കും, കുശാൽ വരും, നമുക്ക് ഒരിടം വരെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളങ്ങനെ പോകാൻ ഇറങ്ങിയേക്കുകയാണ്. അവർ രണ്ടുപേരും താഴോട്ട് പോയിട്ടുണ്ട്. ഞാൻ വീടെല്ലാം പൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. സർപ്രൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പോകുമ്പോൾ അറിയാം എവിടെയാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി പുറപ്പെടുകയാണ്. എൻ്റെ മോൻ കാർ ഓടിക്കുന്നുണ്ട്. കാർത്തി ഒന്ന് കാണിക്കുമോ? കൈ ഒന്ന് കാണിച്ച് ഹായ് ഒന്ന് പറഞ്ഞ്. ഞങ്ങളുടെ ലൊക്കേഷനാണിത്. ഞങ്ങൾ പോകാൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഒരു ഹായ് പറഞ്ഞു മോനെ. കുശാൽ എന്തിയേ? കുശാൽ ഒരു ഹായ് പറഞ്ഞേ. കുശാലിൻ്റെ ഫേസ് കാണുന്നില്ല. ആ ശരി, എന്നാൽ ഞങ്ങൾ പോവുകയാണ്. സർപ്രൈസാണ്. എനിക്കറിയത്തില്ല എങ്ങോട്ടാണെന്ന്. പോയി കഴിഞ്ഞിട്ട് പറയാം. ഗൈസ്, ഞങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഈ കുട്ടികൾ എന്നോട് സസ്പെൻസ് പൊട്ടിച്ചിട്ടില്ല. ഞങ്ങൾ കബൻ പാർക്ക് റോഡിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു എത്തും പിടിയില്ല എങ്ങോട്ടായിട്ട് എന്നെ ഈ കൊണ്ടുപോകുന്നതെന്ന്. നോക്കാം, ഫൈനലി എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് നോക്കാം. പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ മോൻ എന്നോട് ആ സീക്രട്ട് പൊട്ടിച്ചിട്ടില്ല എവിടെയാണെന്നുള്ളത്. നോക്കാം എങ്ങോട്ടായി കൊണ്ടുപോകുന്നതെന്നുള്ളത്. ഇപ്പോൾ എനിക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടുന്നുണ്ട് എവിടാണെന്നുള്ളത്. എലങ്ക റൂട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. നോക്കാം. കുറെ കൂടെ മുൻപോട്ട്. അല്ല, അത് ആക്സിഡന്റാ? റോഡಲ್ವಾ? ಫುಲ್ ಟ್ರಾಫಿಕ್ ಜಾಮ್ ಆಗುವല്ലേ? റൈറ്റിൽ കാണുന്നതാണ് ജഗ്ഗൂർ എയറോഡ്രം. ഇതാണ് നമ്മൾ പിന്നെ പാരാഗ്ലൈഡിങ് അതൊക്കെ ഇവിടുന്ന് കാണുന്നതാണ് എയറോഡ്രം. ഫസ്റ്റ് ഇത് ട്രെയിനിങ് ഗ്രൗണ്ട് ആയിരുന്നു. ഇപ്പോഴും ഇത് ട്രെയിനിങ് ഗ്രൗണ്ട് പോലെ തന്നെയാണ്. ചെറിയ ഫ്ലൈറ്റൊക്കെ ഇവിടുന്ന് ടേക്ക് ഓഫ് ആവുന്നത്. ഈ സിറ്റി ഹെലികോപ്റ്റർ റൈഡ് എന്നൊക്കെ കാണത്തില്ലേ, അതൊക്കെ ഇവിടുന്ന് തുടങ്ങുന്നത്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതാണ് എൻഡിങ് പോയിന്റ്. എനിക്ക് 15 മിനിറ്റ്സിൻ്റെ റൈഡിങ് അറൗണ്ട് 5 to 10,000 എങ്ങാണ്ടാണ് ചോദിക്കുന്നത്. എക്സാക്റ്റ് ആയിട്ട് എത്ര പൈസ എന്നറിയത്തില്ല, പക്ഷേ ബിറ്റ്വീൻ ആ പ്രൈസിലാണ്. മൊത്തം നിങ്ങൾ ബാംഗ്ലൂർ ഈ ഔട്ട്സ്കേർട്സും പിന്നെ ബാംഗ്ലൂർ അതിലൊക്കെ ചോപ്പറിൽ കാണിക്കും, ഹെലികോപ്റ്ററിൽ കയറ്റി കാണിക്കും. ഹൈവേയിൽ നിന്നും അകത്തോട്ട് കയറി. കാർത്തി, ഇപ്പോഴെങ്കിലും പറ കാർത്തി, എന്നെ സസ്പെൻസിൽ വിടാതെ നമ്മൾ എവിടോട്ടാ പോകുന്നെന്നുള്ളത്. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അത്ര പിടുത്തം കിട്ടുന്നില്ല. എവിടെയാന്ന് പറ മോനെ. അവിടെ വലിയ മലയൊക്കെ കാണുന്നു, കല്ല് പൊട്ടിച്ചതൊക്കെ കാണുന്നു. നമ്മളിപ്പോ കാറ് സ്റ്റാർട്ട് ചെയ്ത് 3 മണിക്കൂറോളമായി. പിന്നെ നമ്മൾ ഇടയ്ക്ക് കഴിക്കാനും അതിനും ഇതിനും ഒക്കെ നാടെ ക്വാറിയൊക്കെ കാണുന്നു, കല്ല് പൊട്ടിക്കുന്നതൊക്കെ. എവിടെ വേണമെന്നാ വലിയ മലയൊക്കെ കാണുന്നൊക്കെ ഉണ്ട്. ഇപ്പോഴെങ്കിലും നീ പറ എവിടോട്ടാ നമ്മൾ പോന്നേന്ന് പറ. ഒരു സസ്പെൻസ് വേണ്ട എനിക്ക് ആ സസ്പെൻസ് കേൾക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഒന്ന് പറ കൂട്ടാ, എവിടെയാ? ഇവിടം വരെ വന്നില്ല, അപ്പൊ വെയിറ്റ് ചെയ്യാനോ? ഇനി ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യണോ? ശരി, കാണാൻ പോകുന്ന പോലും എന്തിനാ പറഞ്ഞു കേൾക്കുന്നത്, കണ്ടു തന്നെ നോക്കാം അല്ലേ?
ഇപ്പൊ എനിക്ക് മനസ്സിലായി എവിടെയോട്ടാ പോകുന്നതെന്ന്. നമ്മള് ആദിയോഗി സ്റ്റാച്യു ഒന്നുണ്ടല്ലോ ഇവിടെ ചിക്ബല്ലാപുര. ആദിയോഗി ഈശ ഫൗണ്ടേഷൻ ആദിയോഗി. ഈശ ഫൗണ്ടേഷൻ ആദിയോഗി സദ്ഗുരു ട്രസ്റ്റിന്റെ ഇതായിട്ടുള്ളതാണ്. കോയമ്പത്തൂരിൽ ഇതിന്റെ വലിയൊരു സ്റ്റാച്യു ഉണ്ട്. അതിലും ഇച്ചിരി കൂടെ ചെറുതാണിത്. ഇപ്പോൾ ഒത്തിരി ഫേമസ് ആണിത്. ബാംഗ്ലൂരിൽ നിന്നും സുമാർ ഒരു 60-65 കിലോമീറ്റേഴ്സോളം ഉണ്ട് ഇത്. ഇപ്പം ഞങ്ങൾ വന്ന ദൂരമേ. ഇപ്പം നമ്മൾ ഇനി ഇവിടെ സൈഡിലെല്ലാം മുന്തിരിത്തോട്ടങ്ങളാണ്. കണ്ടോ, ഈ കാണുന്നതെല്ലാം മുന്തിരിത്തോട്ടങ്ങളാണ്. ഇവിടെ നിറയെ മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഇതൊരു വില്ലേജാണ്. വില്ലേജ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഫുള്ള് ആൾതാമസം കുറവാണ് ഇവിടെ. ഇപ്പൊ നമ്മൾ അടുത്ത് വന്നിട്ടുണ്ട്. കാറ് നമുക്ക് അകത്തോട്ട് പോകാൻ ഇച്ചിരി പാടാണ്. എല്ലാം സൈഡ് കിട്ടി നമ്മൾ അകത്തോട്ട് പ്രവേശിക്കണം. അങ്ങനെ എൻ്റെ മോൻ എന്നെ സസ്പെൻസായിട്ട് കൊണ്ടുവന്നേക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എവിടെയാണെന്ന്. ബംഗളൂരിൽ നിന്നും 60 കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ട് ഇവിടോട്ട് വരാനായിട്ട്. സദ്ഗുരു ആദിയോഗി എന്ന ഒരു സ്റ്റാച്യു ഉണ്ട് ഇവിടെ. അവിടോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം കുറേ നാൾ തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഒന്ന് കാണണം വരണമെന്നൊക്കെ. അങ്ങനെ എൻ്റെ മോൻ എന്നെയും കൊണ്ട് വന്നതാണ്. എന്നോട് പറഞ്ഞില്ല സത്യത്തിൽ. അവന് നമ്മൾ ആ സ്റ്റാച്യുവിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. 7 മണി കഴിയുമ്പോൾ അവിടെ ലൈറ്റിങ്സ് ഒക്കെ സ്റ്റാർട്ടാകും. നമുക്കിപ്പോൾ ഇതും വലുതാണ് കോയമ്പത്തൂരിലേത്. നല്ല അടിപൊളിയാണ് കാണാനൊക്കെ. ബാംഗ്ലൂരിലുള്ളവർ വന്നിട്ടില്ലാത്തവരൊക്കെ ഇതൊന്ന് വന്ന് കാണുക. നമുക്ക് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ലൊരു എൻ്റർടൈൻമെൻ്റാണിത്. ഞാൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കണം. ഇവിടെ വന്നിരിക്കുന്ന ജനങ്ങളെ കാണാൻ ഞാൻ കാണിച്ചു തരാമേ. സ്റ്റാച്യു ഇപ്പം ലൈറ്റിങ്സ് ആയിട്ടില്ല. ലൈറ്റിങ്സ് ആയി കഴിയുമ്പം നല്ല ഭംഗിയാണ് കാണാൻ. പുറകിലെല്ലാം മലനിരകളാണ്. ചുറ്റും എന്തും വേണ്ടി ജനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് നോക്കിക്ക്. പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അതൊന്നും. എൻ്റെ മോനെ കാറ് പാർക്കിങ്ങിന് വേണ്ടി പോയേക്കുക. അതുകൊണ്ടവനില്ല. ഇതെല്ലാം ഇവിടെ വന്ന് യോഗ ചെയ്യാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെ വെയിലത്ത് നമുക്ക് വരാൻ പറ്റത്തില്ല. ഈവനിങ് ടൈമിൽ വന്നെങ്കിൽ ഇവിടെ എല്ലാം കാണാൻ പറ്റത്തുള്ളൂ. ഇത് എൻ്റെ മോൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ കൂടെ വന്നതാണ്. ಇನ್ನೇನು ಸ್ವಲ್ಪ ಸಮಯದಲ್ಲಿ ಪ್ರಾರಂಭವಾಗಲಿದೆ. ಎಲ್ಲರೂ ವೀಕ್ಷಣಾ ಸ್ಥಳಕ್ಕೆ ಬಂದು ಕುಳಿತುಕೊಳ್ಳಬೇಕಾಗಿ ವಿನಂತಿ. ನಮಸ್ಕಾರ. ಆದಿಯೋಗಿ ದಿವ್ಯ ದರ್ಶನ will begin shortly. We request you to please come to the seating area.
ಶಿವನೊಲಿದರೆ ಭಯವಿಲ್ಲ, ಶಿವ ಮುನಿದರೆ ಬದುಕಿಲ್ಲ, ಶಿವನಲ್ಲದೆ ಜಡೆಯಲ್ಲಿ ಕಟ್ಟಿದಂತೆ ಈಶ್ವರಾಯ ಕಾಲ ಕಾಲ ಕಾಲೇಶ್ವರಾಯ ಶಿವ ಶಿವ ಸರ್ವೇಶ್ವರಾಯ ಶಂಭೋ ಶಂಭೋ ಮಹಾದೇವಾಯ. 112 ಅಡಿ ಎತ್ತರದ ಆದಿಯೋಗಿಯ ಈ ಭವ್ಯ ಮುಖವು ಅವನ ಈ ಅಮೂಲ್ಯ ಕೊಡುಗೆಯ ಸಂಕೇತವಾಗಿದೆ. ಆದಿಯೋಗಿಯು ನಾವೆಂದು ಸಪ್ತ ಋಷಿಗಳೆಂದು ಪೂಜಿಸುವ 7 ಋಷಿಗಳಿಗೆ ಯೋಗದ ವಿಜ್ಞಾನವನ್ನು ಅದರ ಸಂಪೂರ್ಣ ಗಹನತೆಯೊಂದಿಗೆ ಧಾರೆ ಎರೆದನು. ಮಾನವ ಜೀವ ವ್ಯವಸ್ಥೆಯಿಂದ ಹಿಡಿದು ಬ್ರಹ್ಮಾಂಡದವರೆಗೆ ಎಲ್ಲದರ ರಹಸ್ಯಗಳನ್ನು ಅವನು ಅವರಿಗೆ ತಿಳಿಸಿಕೊಟ್ಟನು. ಯೋಗದ ಈ ಜ್ಞಾನ ಭಂಡಾರ ಮತ್ತು ಸಪ್ತ ಋಷಿಗಳು ಅನುಭವಿಸುತ್ತಿದ್ದ ಈ ಭಾವ ಪರವಶತೆಯನ್ನು ನೋಡಿ ಪಾರ್ವತಿಯು ಅದರ ಕಡೆಗೆ ಸೆಳೆಯಲ್ಪಟ್ಟಳು. ನಾನು ಇದನ್ನು ಅನುಭವಿಸಬೇಕು ಎಂದು ದೇವಿಯು ಆದಿಯೋಗಿಯನ್ನು ಕೇಳಿಕೊಂಡಳು. ಆದಿಯೋಗಿ, ನೀನು ಇದರ ಬಗ್ಗೆ ಎಲ್ಲ ಚಿಂತಿಸಬೇಡ, ಬಂದು ನನ್ನ ಮಡಿಲಲ್ಲಿ ಕುಳಿತುಕೋ. Regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became
ಸಾರ್ವಜನಿಕರಿಗೆ ತೆರೆದಿರುವ ಎಲ್ಲ ದಿನಗಳಲ್ಲೂ ಆದಿಯೋಗಿ ದಿವ್ಯ ದರ್ಶನ ಇರುತ್ತದೆ. We are glad to announce that Adiyogi Divya Darshana will happen on the days when the Adiyogi premises is open. ಯೋಗೇಶ್ವರಲಿಂಗವು ದರ್ಶನಕ್ಕಾಗಿ ರಾತ್ರಿ ഇതൊന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. നമുക്കൊന്നും ഒരുമാതിരിപ്പെട്ടവർക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം. അപ്പോൾ ഓൺ വെഹിക്കിളുണ്ടെങ്കിൽ കുഴപ്പമില്ല. ബംഗളൂരുള്ളവരൊക്കെ വന്നൊന്ന് കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഇത്. Return journey. Huh? Return.